അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ചതും നമ്മുടെ ഡ്യൂട്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇന്ന് ഞാൻ ഫ്രണ്ട് ഏരിയയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഞാൻ മോർണിംഗ് വാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ജിമ്മിന് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മോർണിംഗ് വാക്കിങ് കഴിഞ്ഞ് അങ്ങനെ ജിമ്മിൽ കയറിയിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഏതാണ് ചെയ്യാന്നുള്ളതൊന്ന് കൺഫേം ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ വേഗം വേഗം ഒന്ന് അടിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇലകളുണ്ട്. പിന്നെ മണ്ണുകളാണ് കേട്ടോ കൂടുതലും. അല്ലാണ്ട് ഇലകൾ ഒത്തിരി ഒന്നുമില്ല. മരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പം അത്. അങ്ങനെ വേഗം അടിച്ചു കൂട്ടിയെടുക്കുന്നുണ്ട്. ഇന്നെന്താണ് സംഭവം, എന്താണ് വിശേഷം ഒക്കെ ഇങ്ങനെ വഴിയെ നോക്കാമല്ലേ നമുക്ക്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ. എന്താണ്, എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നലെ നമുക്ക് മാങ്ങയുടെ ഒരു റെസിപ്പി ഇടാൻ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ഫുള്ള് വായിച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. എന്നാലും ഞാൻ നോക്കിയിട്ട് ചെയ്യാം. അങ്ങനെ വാഷിങ്ങിന് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഞാൻ. എന്താ പറയുക, ഇനി ഈ ഒരു ബാക്ക് സൈഡും കൂടി ഒന്ന് അടിച്ചു വാരി എടുക്കണം. എന്താ പറയുക എന്ന് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ജിനി, എൻ്റെ പേര് സുമ. ഞാനും അതെ. എവിടെ ഇരുന്നാലും കാലാട്ടുമെന്ന് അറിയുന്നുണ്ട്. എൻ്റെ സ്വഭാവം തന്നെയാണ് അല്ലേ. പിന്നെ ഭയങ്കര മറവിയാണ്. 1-2 പ്രാവശ്യം കടയിലേക്ക് പറഞ്ഞയക്കും. എനിക്കും ചില സമയത്ത് അങ്ങനെയാണ്. നമ്മൾ 1-2 ഐറ്റം അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ലിസ്റ്റ് ഒന്നും എഴുതൂല. ഒരുപാട് ഐറ്റം ഉണ്ടെങ്കിൽ ഞാൻ ലിസ്റ്റ് എഴുതും കേട്ടോ. അല്ലെങ്കിൽ ലിസ്റ്റ് ഒന്നും എഴുതൂല. അപ്പോൾ അവരെ പറഞ്ഞു വിടും. പിന്നെയാണ് ഇത് വാങ്ങിച്ചിട്ടില്ലല്ലോ, അതില്ലല്ലോ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഞാൻ വേഗം അടിക്കുന്നുണ്ട്. വീഡിയോ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്കമാലി മാങ്ങക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ, കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. അതെ, അപ്പുറത്ത് എൻ്റെ കസിനുണ്ട്. മുപ്പത്തിരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്കമാലി മാങ്ങക്കറി സൂപ്പർ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്തു കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് കട്ടിക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ മേടിക്കാനും കിട്ടുമല്ലോ. സൂപ്പർ റെസിപ്പി എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് അവിയലായിരുന്നു. വാങ്ങാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ മറവി പ്രശ്നം ഇല്ലല്ലോ. അതെ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ 1-2 ഐറ്റം അല്ലേ എന്തിനാ എഴുതുന്നതെന്ന് ചിലപ്പോൾ തോന്നും കേട്ടോ. ഭയങ്കര സ്റ്റൈൽ എന്ന് പറയുന്നുണ്ട്. ആർക്ക്? എനിക്കാണോ ഭയങ്കര സ്റ്റൈൽ? ഓക്കെ, താങ്ക് യു സോ മച്ച് മുത്തേ. പിന്നെ മഷിക്കുപ്പിയിൽ കൈ മുക്കിയോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്രാവശ്യം വോട്ട് ചെയ്ത എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ. ഞാൻ കുറേ റീല് കണ്ടു. പക്ഷേ സെലിബ്രിറ്റീസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതെന്താ, നമ്മളെന്താ പുകയാ എന്ന് ചോദിക്കുന്ന പോലെ. നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ കൊളാക്കി വെച്ച് തരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉപ്പ വോട്ട് ചെയ്തില്ലേന്ന്. ഉപ്പാക്കൊക്കെ വോട്ട് ചെയ്യാൻ അവർ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏജായ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ. വീട്ടിൽ വന്നിട്ടാണല്ലോ അവർ വോട്ട് ചെയ്യിപ്പിക്കുക. വീഡിയോ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ജിനി ഇതുവരെ കുമ്പളങ്ങ മിഠായി റെസിപ്പി ഇട്ടില്ല. അന്ന് പറഞ്ഞിരുന്നു മോളെ. അത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എന്നാലും ഞാൻ ട്രൈ ചെയ്യുക. എന്താണെന്നറിയോ, ഒരു ഭാഗത്തുനിന്ന് തടി കുറയ്ക്കാൻ നോക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് കൂട്ടാനുള്ള ഐറ്റംസുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോളെ, ഞാൻ നോക്കാം കേട്ടോ. പക്ഷേ ഉണ്ടല്ലോടാ, എനിക്കിപ്പോൾ ഭയങ്കര ക്രേവിങ്സാണ്. എന്താ ഞാൻ ചെയ്യുക? നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ? അതായത് ഫുഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നുക, എന്താണെന്നറിയില്ല. അതായത് എനിക്കിങ്ങനെ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ കഴിക്കണം. കുറേ കൂട്ടാനൊക്കെ വെച്ച്, ചോറ് കുറച്ച് മതി, പക്ഷേ ഇങ്ങനെ കഴിക്കാൻ തോന്നും. അതാണ് ഇപ്പോഴത്തെ ഞാൻ ഏറ്റവും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം മക്കൾസ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് ഞാൻ ഭയങ്കര ശോകത്തിലാണോ സംസാരിക്കുന്നത്? അടിച്ചു വാരി ക്ഷീണിച്ചതാണോ? രാവിലെ അടിച്ചു വാരൽ കഴിഞ്ഞതാണല്ലോ. ഹായ് ജിനി. ഇപ്പോഴാണ് എനിക്ക് ആ മാങ്ങയുടെ ഒരു റെസിപ്പി ഒരു കുട്ടി അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഫുള്ള് തമിഴാണ്. എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. എന്നാലും ഞാനത് വായിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും. ഉണ്ടാക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ആ ഒരു റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ
പാലെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, പാല് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചായ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനും ഉമ്മ ഉപ്പ റിഹാൻ അയൻകുട്ടി ചായ ഇപ്പോഴും അപ്പോഴും എപ്പോഴും കുടിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ കുടിക്കാൻ പറയും, പക്ഷെ അവൻ കുടിക്കുന്നില്ല. പിന്നെ ഒത്തിരി നിർബന്ധിക്കണ്ട, നമ്മളെ ചായ അഡിക്ഷൻ ആയില്ലേ. പക്ഷെ ഒത്തിരി ചായ ഒന്നും വേണ്ട കേട്ടോ, ഉള്ള ചായ നല്ല അടിപൊളി ചായ വേണമെന്ന് മാത്രം. വെള്ള ചായ അല്ലാണ്ട് നല്ല തിക്കുള്ള നല്ല സ്ട്രോങ് പാകത്തിന് മധുരമൊക്കെ ആയിട്ടുള്ള ചായ തന്നെ വേണം കേട്ടോ. അങ്ങനെ പിന്നെ ഒരു അര ഗ്ലാസ് ചായയൊക്കെ കിട്ടിയാലാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉഷാറും ഒക്കെ ഉണ്ടാവുക. എത്ര ചൂടുണ്ടെങ്കിലും നമ്മൾ പാലക്കാട്ടുകാർ ചായ കുടിക്കാണ്ടിരിക്കുമോ? ഇല്ലല്ലോ. ഏറ്റവും ചൂടുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെന്താണ് ഈ മാങ്ങ കൊണ്ട് അവിയലിൻ്റെ കാര്യം കേട്ടോ പറയുന്നുണ്ടായിരുന്നത്. നേരെ ഒരു തമിഴ് കമൻറ്റ് നമുക്ക് വന്നു പറഞ്ഞില്ലേ, അതിൽ മാങ്ങ വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പറയൂ. ഞാൻ വായിച്ചത് തെറ്റൊന്നുമല്ലല്ലോ അല്ലേ. പിന്നെ ഇതാ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, പാത്രങ്ങളൊക്കെ വേഗം കഴുകി വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് വ്യൂസ് കൂടി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് വ്യൂസ് കൂടും, ഇല്ലെങ്കിൽ വ്യൂസ് കൂടില്ല. പിന്നെ ന്യൂസ് പേപ്പർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് വലിച്ചെടുക്കും പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പണ്ട് മുതലേ കണ്ട് വന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്തു എന്ന് മാത്രം കേട്ടോ. പക്ഷേ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ ഭയങ്കര വിഷമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ പിന്നെ മാക്സിമം ആരും ചെയ്യാണ്ടിരിക്കുക. കുറേ വെള്ളം ഒഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് മാറ്റുക. ഉപ്പുള്ള മീനിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അതിനെക്കുറിച്ച് വേറെ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ ജിനിയുടെ ഷോപ്പിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഷോപ്പ് അവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോയി ഷോപ്പ് ചെയ്യുക. ഞാൻ വീഡിയോസ് ഇപ്പോൾ ഇടൽ ഭയങ്കര കുറവാണ്. ഞാനിപ്പോൾ ഇടാറില്ല. അതായത് പെരുന്നാൾ കഴിഞ്ഞ ശേഷം ഞാൻ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലേ. ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഇടയ്ക്ക് 1-2 ദിവസം പോയി സ്റ്റേ ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കണം. അവിടെ ഇപ്പോൾ കഹാനിയിലെ പേജിൽ അവിടെയുള്ള സ്റ്റാഫും പാർട്ട്നേഴ്സും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഒരു വാഷിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ തുണികളൊക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് വാഷിങ്ങിന് ഇടണം. അതുപോലെ ഞാൻ ദോശയ്ക്ക് ആട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പഴയ മാവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയതും പഴയതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ പുളിയും ഉണ്ടാവില്ല. എന്നാൽ അന്ന് രാവിലെ ദോശ ചൂടാനുള്ള മാവും സെറ്റ്. ആ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇച്ചിരി ഉപ്പിട്ടിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയിട്ട് തേങ്ങ പൊളിക്കുന്നുണ്ട്. എന്തൊരു ചൂടാണ്, വിയർത്തൊഴുകുന്നുണ്ട്. വോയിസ് ഓവർ കൊടുക്കുമ്പോഴും വിയർപ്പ് തന്നെ, കിച്ചണിൽ നിൽക്കുമ്പോഴും വിയർപ്പ് തന്നെ. പക്ഷേ ഇത്രയും വിയർക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക വേഗം തടി കുറയുന്നേ അവിടെ അത്ര. ഒന്നുമില്ല, ചുമ്മാ വേർത്ത നല്ലോണം തടി കുറയുമെന്ന് പറഞ്ഞ് പറ്റിച്ച ആൾക്കാരനുണ്ടല്ലോ. ഇപ്പം എൻ്റെ മുന്നിൽ വന്ന് നിന്നാലുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ പറ്റിക്കപ്പെട്ടതായിരിക്കും അല്ലേ. അങ്ങനെ ഇതാ ഞാൻ ചമ്മന്തി അരച്ചെടുക്കുകയാണ് കേട്ടോ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ ചട്നി ഉണ്ടാക്കുക, സാമ്പാർ മുളക് ചട്നി ഉണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് ഉഴുന്നും എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ വലിയുള്ളി ഇതുപോലെ 2-3 നമ്മുടെ വെളുത്തുള്ളി വറ്റൽമുളക് ചേർത്തിയെടുക്കുന്നുണ്ട്. ഇനി ഒരു 2 തക്കാളിയും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിത് വേഗം വഴറ്റിയെടുക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇവിടെ മല്ലിയിലയും പുതിനയും കൂടിയും ചേർത്തിയെടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിയെടുത്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് പുളിയും ചേർത്തിയെടുക്കണം. പിന്നെ കുറച്ച് തേങ്ങയും ചേർത്തിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്നായി വരട്ടെ. അപ്പോൾ ഇതാ വീണ്ടും നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഇലകളുടെയൊക്കെ പച്ചമണം മാറട്ടെ കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്തി കൊടുക്കണം. ചെറിയൊരു പീസ് പുളി ചേർത്തി കൊടുക്കണം. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും എരിവിന് വേണ്ടിയിട്ട് അല്ലാത്ത മുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്തി കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയുടെ പച്ചമണം കൂടി ഒന്ന് മാറണ വരെ ഞാൻ കുറച്ചും കൂടെ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്നും പരിപ്പും ഇത്രയും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കമ്മിയാക്കിക്കോട്ടോ. പിന്നെ തേങ്ങ കൂടെ ചേർത്തിയെടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കാം. തേങ്ങ ചേർത്തിട്ട് ഫ്ലെയിം ഓഫാക്കി വെച്ചോട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും തൊടാണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ദോശ, ഇഡ്ഡലി, ചോറ് ഇതിൽക്കൊക്കെ പറ്റിയ ചമ്മന്തി റെഡി.
നമുക്ക് മുളക് ചട്നി ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൂട്ടിയിട്ട് എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ ബെസ്റ്റാണ് കേട്ടോ. പരിപ്പ് വട കഴിക്കാനും അതുപോലെ ബജ്ജി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതാ വേഗം വേഗം ഒന്ന് സംഭവം ഫുള്ളായിട്ട് ഇളക്കി എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം നമുക്കിത് ഓരോന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം. ഒന്നിച്ചരയാണെങ്കിൽ അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റിയ ചമ്മന്തി ഇവിടെ റെഡിയാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ബോക്സിലാണ് വെക്കണമെന്ന് വെച്ചാൽ കുറച്ച് കാലം ഫ്രിഡ്ജിലിരിക്കും. ഒരു 3-4 ദിവസമെങ്കിലും എന്തായാലും ഇരിക്കും കേട്ടോ. കാലം എന്ന് പറഞ്ഞാൽ വർഷമല്ല, ദിവസം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാനിതാ ഉച്ചയ്ക്കുള്ള ചീര വലിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നല്ല ഇളം ചീരയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് നമുക്കിത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കേടൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് വേഗം വേഗം പോയി വലിച്ചത്. ഇനി ഇച്ചിരി കൂടി വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്തതും പുഴു കടിച്ചതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് സൂപ്പറായിരുന്നു. ഞാൻ അതിനെയൊക്കെ എടുത്തുനിന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ സമയമാകുന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ചീരയുടെ പണിക്ക് വേണ്ടിയിട്ട് ഇരുന്നത്. ഞാൻ തണ്ടോട് കൂടി തന്നെയാണ് കേട്ടോ ചീര എടുക്കുന്നത്. പിന്നെ ഇന്ന് കുറച്ച് ടയേർഡ് ഉണ്ടാവും എൻ്റെ വോയിസിന്. കാരണം ഞാൻ മോർണിംഗ് നേരത്തെ എണീച്ചിട്ടുണ്ട്. ഒരു 4:45 ഞാൻ എണീച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഒരു 5:15 5:20 ആകുമ്പോൾ വാക്കിങ്ങിന് പോയിട്ടുണ്ട്. ഇനി ഈവനിങ് നമുക്ക് ജിമ്മിന് പോകണം. ബോഡി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒക്കെ ഈ തൈറോയിഡ് കാരണമാണ് എൻ്റെ മെയിൻ പ്രശ്നം എനിക്കിപ്പോൾ ഉള്ളത് കേട്ടോ. ഹോർമോൺ ചേഞ്ചും മെൻ്റലി ഉള്ള പ്രോബ്ലംസ്, അതായത് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവില്ലേ, സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെ. അങ്ങനെ ഞാൻ ചീരയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഡൾനെസ് ഉണ്ടെങ്കിൽ അതെൻ്റെ ഫേസിലും എൻ്റെ വോയിസിലും നന്നായിട്ട് അറിയാൻ പറ്റും അല്ലേ. അതാണ് എൻ്റെ ഒരു ഇത്. എല്ലാവർക്കും ഏറെക്കുറെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നു. അങ്ങനെ തേങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട്. ചീര കംപ്ലീറ്റ് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചമ്മന്തി അരച്ചെടുക്കണം. ചട്നി കേട്ടോ, അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഞാനിത് ഇവിടെ ഫ്രഷും പഴയ മാവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ചൂടും അല്ലേ, പെട്ടെന്ന് തന്നെ മാവൊക്കെ പൊളിച്ച് പൊങ്ങി വരും. പിന്നെ എല്ലാ പ്ലേറ്റും കാര്യങ്ങളൊന്നും കൊണ്ടുവച്ചിട്ടുണ്ട്. ചട്നി, ചമ്മന്തി, പൊടി, ഇങ്ങനത്തെ ഐറ്റംസ്, സാമ്പാർ എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ചായയെല്ലാം കുടിക്കണം. ഇന്ന് ലഞ്ച് ഭയങ്കര സിമ്പിളായിട്ടുള്ള ലഞ്ചാക്കാൻ തന്നെയാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് ഞാൻ. ഇന്നലെ കുറച്ച് ഹെവി ആയിരുന്നു. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ അവിയൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചീരത്തോരൻ വയ്ക്കുന്നുണ്ടല്ലോ. പിന്നെ കറിക്കായിട്ട് ഞാൻ പച്ചടി ഉണ്ടാക്കും, മാങ്ങാ പച്ചടി. ഞാൻ അതിനകത്ത് പേരിട്ടേക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടേക്കുന്നത് അത്. പിന്നെ ഞാൻ ചക്കര മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അങ്കമാലി മാങ്ങക്കറി കുറച്ച് ബാക്കിയുണ്ട്. പിന്നെന്താണ്, മീനുണ്ട്, പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാറ്റിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇപ്പോൾ പോയി ഞാൻ എന്തായാലും കുറച്ച് ചായ കുടിക്കട്ടെ, എന്നാലേ നമുക്ക് കുറച്ച് ഉഷാറുണ്ടാവുള്ളൂ. അങ്ങനെ ചീരത്തോരൻ്റെ സംഭവം നോക്കാം. കടുകും ചെറിയ ജീരകവും ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മുടെ പച്ചമുളകും വലിയ ഉള്ളിയും 2 വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ചീര, എനിക്ക് ചീരയും മുരിങ്ങയൊക്കെ ഉണ്ടല്ലോ കുറച്ച് വെക്കുമ്പോഴാണ് എപ്പോഴും നല്ല ടേസ്റ്റിൽ കിട്ടുക കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് തേങ്ങ തട്ടി കൊടുക്കുക. ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് അവിയൽ ഉണ്ടാക്കുന്നതും കൂടി ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. എല്ലാ കഷ്ണത്തിലും ഞാനിവിടെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മിയെടുത്ത് ഇത് ചെറിയ തീയിൽ ആവിൽ തന്നെ വേവിച്ചെടുക്കണം. തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, കറിവേപ്പില
ഇതൊന്ന് ചതച്ചും കൂടെ എടുക്കണം കേട്ടോ. ഞാൻ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിലോട്ട് ഇത് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ അവിയൽ വെക്കുമ്പോൾ പകുതി തൈര് ഒഴിക്കാണ്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് 2 ദിവസം എടുത്തിട്ട് കഴിഞ്ഞിട്ടും, അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം എടുത്ത് തൈര് ഒഴിച്ചാൽ മതി. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പച്ചടി ഉണ്ടാക്കാൻ, അത് പച്ചടിയാണോ പേരെന്ന് എനിക്കറിയില്ല. അപ്പോൾ തേങ്ങയിലോട്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പും ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ചട്നിയാണെന്ന്. അല്ല, ഇത് മാത്രം മതി ചോറുണ്ണാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ചക്കര മാങ്ങ കേട്ടോ. ഇത് ശരിക്കും മാങ്ങ കുറച്ച് ചെറുതാക്കി മുറിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടിയും ടേസ്റ്റാണ്. കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് ഇതിലോട്ട് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു സ്പൂൺ, വലിയ സ്പൂണിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് മാങ്ങയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിയെടുക്കുക കേട്ടോ. വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുന്നത്. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ശർക്കര ചേർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരയുടെ മധുരം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്തിയാൽ മതി. ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ശർക്കര കംപ്ലീറ്റ് മെൽറ്റ് ആവട്ടെ. പൊടിച്ച ശർക്കര ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് വരും. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഞാൻ അതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തി കൊടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, മധുരവും പുളിയും എരിവും എല്ലാം കൂടി കലർന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുക്കറിൽ ചോറും ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലുകൾ കാണാം അല്ലേ. ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ചീരത്തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചക്കര മാങ്ങ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അവിയൽ, ഒരു ചപ്പാത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങ തേങ്ങ പച്ചടി, പിന്നെ പപ്പടം. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ. നല്ല വെജ് സംഭവം അല്ലേ. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് റെസിപ്പിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി ഭാഗത്തിൽ ഞാൻ മ്യൂസിക് ചേർത്ത് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചില്ലേ, 17 മിനിറ്റ്. ഇനി വെറും 3 മിനിറ്റേ ഉള്ളൂ. അത് നിങ്ങൾ സോങ്ങൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ ചാനലും അതുപോലെ പേജും ഇൻസ്റ്റയൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ.